നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രധാനപ്പെട്ട ഒരുപാട് ട്രാൻസ്ഫറുകൾ നടന്നിരുന്നു. അതിൽ പല ട്രാൻസ്ഫറുകളും പല ക്ലബ്ബുകളുടെയും ശക്തി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷെ ചില ട്രാൻസ്ഫറുകൾ ചീറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള അഥവാ നിരാശാജനകമായ ട്രാൻസ്ഫറുകൾ ഇപ്പോൾ goal.com ഒന്ന് റാങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ സമ്മറിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ 21 സൈനിങ്ങുകളെയാണ് ഇവർ ഇപ്പോൾ റാങ്ക് ചെയ്തിട്ടുള്ളത്. 21ാം സ്ഥാനത്ത് വരുന്നത് കിം മിൻ ജെ ആണ്. നമുക്കറിയാം ബയൺ മ്യൂണിക്ക് ആണ് ഈ ഒരു പ്രതിരോധ നിര താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 43 മില്യൺ പൗണ്ട് ഈ താരത്തിന് വേണ്ടി അവർ ചിലവഴിച്ചിരുന്നു. പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത്. 20ാം സ്ഥാനത്ത് വരുന്നത് ജിയോ റൈനയാണ്. ബൊറൂസിയയിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് ഇദ്ദേഹം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലോൺ അടിസ്ഥാനത്തിലായിരുന്നു റൈനയെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 19ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക് സ്വന്തമാക്കിയ ബ്രയാൻ സരഗോസ വരുന്നു. 13 മില്യൺ പൗണ്ടിനായിരുന്നു അദ്ദേഹത്തെ ബയൺ കൊണ്ടുവന്നിരുന്നത്. പ്രതീക്ഷിക്കാത്ത ആ ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. 18ാം സ്ഥാനത്ത് അൻസു ഫാറ്റിയാണ് വരുന്നത്. FC ബാഴ്സലോണയിൽ നിന്നും ബ്രൈറ്റൺ ആണ് ലോൺ അടിസ്ഥാനത്തിൽ ഫാറ്റിയെ കൊണ്ടുവന്നത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട താരമായിരുന്നു ഫാറ്റി. പക്ഷെ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിലും തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. 16ാം സ്ഥാനത്ത് RB ലീപ്സിഗിന്റെ ഫാബിയോ കാർവാൽഹ വരുന്നു. അദ്ദേഹം ലിവർപൂൾ താരമായിരുന്നു. ലോൺ അടിസ്ഥാനത്തിലാണ് ലീപ്സിഗ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. അദ്ദേഹത്തിന് അവിടെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 16ാം സ്ഥാനത്ത് ഫോളാറിൻ ബാലോഗൻ വരുന്നു. മൊണോക്കയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 34 മില്യൺ പൗണ്ട് അദ്ദേഹത്തിന് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. റെയിംസിൽ ആ ഒരു പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഫെലിക്സ് മേഷ വരുന്നു. ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ് 26 മില്യൺ പൗണ്ടിന് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. അദ്ദേഹത്തിനും തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. 14ാം സ്ഥാനത്ത് വരുന്നത് ജോവോ കാൻസലോയാണ്. ബാഴ്സലോണ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ കാൻസലോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ്. ആ ഒരു യഥാർത്ഥ മികവ് അദ്ദേഹത്തിന് ബാഴ്സയിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 13ാം സ്ഥാനത്ത് ലിയനാർഡോ ബൊനൂച്ചി വരുന്നു. യൂണിയൻ ബെർലിൻ ആയിരുന്നു ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ഈ ഒരു സീനിയർ താരത്തെ സ്വന്തമാക്കിയിരുന്നത്. അദ്ദേഹത്തിന് അവിടെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 12ാം സ്ഥാനത്ത് മാനുവൽ ഉഗാർത്തെ PSG സ്വന്തമാക്കിയ താരമാണ്. 52 മില്യൺ പൗണ്ട് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ടുകൊണ്ട് സ്വന്തമാക്കിയ താരമാണ് ഉഗാർത്തെ. പക്ഷെ അതിനോട് ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 11ാം സ്ഥാനത്ത് റനാറ്റോ സാഞ്ചസ് വരുന്നു. റോമ ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം PSG വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. അദ്ദേഹത്തിനും അവിടെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നബി കെയ്റ്റ മുൻപ് ലിവർപൂൾ താരമായിരുന്നു. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് വെർഡർ ബ്രമൻ ആയിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത്. അവിടെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 9ാം സ്ഥാനത്ത് വിക്ടോർ റോക്ക് വരുന്നു. ബാഴ്സലോണ 25.6 മില്യൺ പൗണ്ട് നൽകിക്കൊണ്ടാണ് റോക്കിനെ കൊണ്ടുവന്നത്. അദ്ദേഹം നിരാശപ്പെടുത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകാൻ ചാവി തയ്യാറായിരുന്നില്ല. ലഭിച്ച അവസരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് ജോവോ ഫെലിക്സ് വരുന്നു. ബാഴ്സലോണ ലോൺ അടിസ്ഥാനത്തിലാണ് ഫെലിക്സിനെ അത്ലറ്റിക്കോയിൽ നിന്നും കൊണ്ടുവന്നത്. മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫെലിക്സിന്റെ പേരിനും പെരുമക്കുമൊത്ത ആ ഒരു പ്രകടനം അദ്ദേഹത്തിന് ബാഴ്സയിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 7ാം സ്ഥാനത്ത് ജോർദാൻ ഹെൻഡേഴ്സൺ അയാക്സ് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. നമുക്കറിയാം അദ്ദേഹം അൽ ഇത്തിഫാക്കിലേക്ക് പോയിരുന്നു. അവിടെ കാര്യങ്ങൾ സമ്പൂർണ്ണ ദുരന്തമായി. അയാക്സിൽ മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 6ാം സ്ഥാനത്ത് ഒറിയോൾ റോമിയോ. ബാഴ്സലോണ 7 മില്യൺ പൗണ്ടിനായിരുന്നു റോമിയോനെ സ്വന്തമാക്കിയത്. ബുസ്കറ്റ്സിന്റെ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. പക്ഷെ ആ ഒരു വിടവ് നികത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 5ാം സ്ഥാനത്ത് മേസൺ മൗണ്ട് 60 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി യുണൈറ്റഡ് ചിലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പരിക്കുകൾ വലിയ വില്ലനായി. 4ാം സ്ഥാനത്ത് കാൽവിൻ ഫിലിപ്സ് വരുന്നു. വെസ്റ്റ് ഹാം യുണൈറ്റഡ് ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് മോസസ് കൈസേഡോ വരുന്നു. ചെൽസി 115 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചത്. അതിനുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ഈ സീസണിൽ ലഭിച്ചിട്ടില്ല. 2ാം സ്ഥാനത്ത് റാൻഡൽ കോലോ മുവാനി വരുന്നു. PSG 77 മില്യൺ പൗണ്ട് നൽകിക്കൊണ്ടാണ് ഈ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നത്. അതിനനുസരിച്ചുള്ള ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ സാൻഡ്രോ ടൊണാലി AC മിലാന് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് 60 മില്യൺ പൗണ്ട്, അതായത് ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകക്കായിരുന്നു ടൊണാലിയെ കൊണ്ടുവന്നത്. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഇപ്പോൾ ഏറ്റവും മോശം സൈനിങ്ങുകളായിക്കൊണ്ട് വിലയിരുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.